ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നാം കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു സംഘർഷത്തിന് ശേഷം മറ്റൊരു സംഘർഷം രൂപപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. അന്തർവാഹിനികൾ ഉൾപ്പെടെ കടലിൽ അങ്ങനെ ആക്രമിക്കാൻ ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണല്ലോ. ശരിയാണ്. ഒരു 3 പതിറ്റാണ്ടിന് ശേഷം ഈ ശീതസമരം, കോൾഡ് വാർ എന്ന് പറയുന്ന അമേരിക്ക റഷ്യ ശീതസമരം പുനരാരംഭിച്ച പ്രതീതിയാണ് ഇപ്പോഴുള്ളത്. ലോകം മുഴുവനും ഭീതിയോടെ, ആകാംക്ഷയോടെ, ആശങ്കയോടെ ഈ വിഷയം നോക്കിക്കാണുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും ആണവ സാങ്കേതിക വിദ്യ കൈവശമുള്ള രാഷ്ട്രങ്ങളാണ്. എന്ന് മാത്രമല്ല, രണ്ടുപേരും ഈ യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിൽ, മുങ്ങിക്കപ്പലുകളുടെയും യുദ്ധക്കപ്പലുകളുടെയും കാര്യത്തിലൊക്കെ, പോർവിമാനങ്ങളുടെയൊക്കെ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. നമുക്ക് രണ്ട് രാജ്യങ്ങളെയും കുറച്ച് കാണാൻ സാധിക്കില്ല. അമേരിക്കയാകട്ടെ റഷ്യയാകട്ടെ. റഷ്യ USSR തകർന്നുപോയി, അതുകൊണ്ട് റഷ്യക്ക് വലിയ തിരിച്ചടിയുണ്ട് എന്നൊക്കെ നമ്മൾ കരുതുന്നത് തെറ്റാണ്. ഈ USSR ഡെവലപ്പ് ചെയ്തെടുത്ത, അവർ വികസിപ്പിച്ചെടുത്ത ആണവായുധങ്ങൾ ഉൾപ്പെടെ അത്യന്താധുനിക ആയുധങ്ങളെല്ലാം ഇന്ന് റഷ്യയുടെ കൈവശമുണ്ട്. USSR തകർന്നെങ്കിലും റഷ്യ ഈ ആണവ സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങളുടെ ഒക്കെ കാര്യത്തിൽ അതിനുശേഷം, അതായത് 1990-91 കാലത്താണ് USSRൻ്റെ തകർച്ച സംഭവിക്കുന്നത്. അതിനുശേഷം 89 മുതൽ 91 വരെയുള്ള സംഭവബഹുലമായൊരു കാലം. അതിനുശേഷം റഷ്യ ഈ ഗവേഷണങ്ങളൊന്നും നിർത്തിവെച്ചില്ല. ഈ ആയുധങ്ങളുടെ കാര്യത്തിലും ആണവവിദ്യയുടെ കാര്യത്തിലും റഷ്യ എങ്ങനെയാണോ USSR മുന്നോട്ട് പോയിരുന്നത്, അതുപോലെ തന്നെ റഷ്യ അതുമായി മുന്നോട്ട് പോയി. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിപ്പോൾ അമേരിക്കയുടെ കയ്യിൽ 5ാം തലമുറ സ്റ്റെൽത്ത് പോർവിമാനങ്ങളുണ്ട്, റഷ്യയുടെ കയ്യിലുമുണ്ട്. 5ാം തലമുറ പോർവിമാനങ്ങൾ സത്യത്തിൽ ചൈന അതൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് അമേരിക്കയുടെ കയ്യിലും റഷ്യയുടെ കയ്യിലുമാണ് ഉള്ളത്. ബാക്കിയുള്ളവർക്കെല്ലാം 3ാം തലമുറ 4ാം തലമുറ വരെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ 5ാം തലമുറ പോർവിമാനങ്ങൾ, സ്റ്റെൽത്ത് പോർവിമാനങ്ങൾ, റഡാറുകളുടെ കണ്ണു വെട്ടിക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് പോർവിമാനങ്ങൾ അമേരിക്കയുടെ കയ്യിലും റഷ്യയുടെ കയ്യിലുമേ ഉള്ളൂ. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മികച്ചതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലായല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം റഷ്യ റഷ്യ ഒരു യുക്രൈനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വർഷങ്ങളായി ഒരു യുദ്ധത്തിൽ പങ്കാളിയാകുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കുമോ? ആ യുദ്ധമാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഈ ഉക്രൈനെ കൊണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്നത് ആരാണ്? നമുക്കറിയാം, നേരത്തെ ബൈഡൻ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയാണ് ഉക്രൈനെ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അന്ന് ബൈഡൻ്റെ എതിരാളിയായിരുന്ന ട്രംപ് പുടിന് കൊടുത്ത ഉറപ്പ്, ഞാൻ വന്നാൽ ഇത് അവസാനിപ്പിക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? വന്നിട്ട് ഈ യൂറോപ്യൻ യൂണിയനിൽ നാറ്റോ അംഗരാജ്യമല്ലെങ്കിൽ കൂടി ഉക്രൈനെ വഴിവിട്ട് സഹായിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും. എന്തിനാണ് അവർ ഈ വഴിവിട്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നത്? ഉക്രൈനിലെ ധാതു സമ്പത്താണ് ലക്ഷ്യം. റഷ്യയും താല്പര്യപ്പെടുന്നത് അതാണ്. ഉക്രൈൻ ഞങ്ങളുടെ പരിധിക്ക് നിൽക്കണം. ഉക്രൈൻ പണ്ട് USSRൻ്റെ ഒക്കെ ഭാഗമായിരുന്നതല്ലേ, ഞങ്ങളുടെ പരിധിക്ക് നിൽക്കണം. അതാണ് അവരുടെ ആവശ്യം. ഈ ശീതസമരം ആണ് ഇവിടെ കാര്യങ്ങൾ വഷളാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റഷ്യയെ പൂട്ടാനുള്ള പരിശ്രമമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നു. റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. റഷ്യ അത് പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. കാരണം ഇപ്പുറത്ത് ഇന്ത്യ സഹായിക്കാനുണ്ട്, ചൈന സഹായിക്കാനുണ്ട്. റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അതും ഇന്ത്യൻ രൂപ കൊടുത്ത് വാങ്ങുന്നു. ഇതെല്ലാം ഒരേ സമയം റഷ്യയെ സഹായിക്കുക മാത്രമല്ല, അത് അമേരിക്കയെ കുഴപ്പത്തിലാക്കുന്നു. കാരണം ബിസിനസ് കിടക്കുന്ന ഡോളറിലല്ല. ഡോളർ വേണ്ട. റഷ്യ പറഞ്ഞു, നിങ്ങൾ രൂപ ഇന്ത്യൻ കറൻസി തന്നാൽ മതി, ഞങ്ങൾ അതിൽ വാങ്ങിച്ചോളാം. പകരം ഞങ്ങൾ ഇന്ത്യൻ കറൻസി ഞങ്ങൾ ലോക മാർക്കറ്റിൽ, വേൾഡ് മാർക്കറ്റിൽ വേറെ സ്ഥലത്ത് ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞങ്ങൾ വാങ്ങിച്ചോളാം. അപ്പോൾ ഡോളറിന് ബദലായിട്ട് ഇന്ത്യൻ രൂപ വളരുന്നു എന്നുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അതിന് റഷ്യ സഹായിക്കുന്നു. നിസാര 5-10 ലക്ഷത്തിൻ്റെ കച്ചവടം അല്ല, അല്ലേ, ശതകോടികളുടെ കച്ചവടമാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമേരിക്കയെ വല്ലാണ്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക അതുകൊണ്ട് തന്നെ റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരവസരവും കളയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം.
ഒന്നാമത് ട്രംപാണെങ്കിലും ആകെ വെകളി പിടിച്ച് നടക്കുകയാണ്. ട്രംപിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫണ്ട് ചെയ്യാൻ വരുന്നത് ഈ സൗദിയും ഖത്തറും പോലെയുള്ള രാജ്യങ്ങളാണ്, അറബ് രാഷ്ട്രങ്ങളാണ്. അവരെ തൃപ്തിപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരിൽ നിന്ന് വാങ്ങേണ്ട എണ്ണ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെ ചുരുക്കുണ്ടാകും. അവർ അമേരിക്കയുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തും. അതും റഷ്യക്കെതിരായ ഉപരോധം കടുപ്പിക്കാൻ കാരണമാണ്. ഇവിടെ യൂറോപ്യൻ യൂണിയൻ അടക്കം റഷ്യയെ കൈവിടുമ്പോൾ ഇന്ത്യയും ചൈനയൊക്കെ റഷ്യയെ സഹായിക്കുകയാണ്. ഇതാണ് അമേരിക്കയുടെ ഒന്നാമത്തെ പ്രശ്നം. ഇനി ഈ പറഞ്ഞതുപോലെ ട്രംപ് എന്താ പറഞ്ഞത്? ആണവ അന്തർവാഹിനികൾ കുറേ കാലമായിട്ട് പണിയൊന്നുമില്ലാതെ കിടക്കുകയാണ്, ഒരു കാര്യം ചെയ്യും, എടുത്തോ 2 നേരെ റഷ്യക്ക് വിട്ടോ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് അങ്ങോട്ടേക്ക് തള്ളിവിട്ടു. ബോംബർ വിമാനത്തിന്റെ അവസ്ഥയായിരിക്കും. അതെ, ഒരു ബോംബർ വിമാനം കാണാനില്ലെന്നൊക്കെയാണ് പറയുന്നത്, F-35. വേറൊരെണ്ണം UK കൊടുത്ത ഒരെണ്ണം അവസാനം പറക്കുന്നതിനിടയ്ക്ക് ചീത്തയായി വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ വന്ന് അവിടെ ലാൻഡ് ചെയ്യേണ്ടി വന്നു. അവസാനം മാസങ്ങളെടുത്ത് നന്നാക്കി കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ 2 അന്തർവാഹിനികളെ റഷ്യ തീരത്തേക്ക് വിട്ടിരിക്കുകയാണ് അമേരിക്ക, ട്രംപ്. റഷ്യ എന്താ മറുപടി പറഞ്ഞത്? റഷ്യ വളരെ രസകരമായിട്ട്, റഷ്യയുടെ ഒരു പാർലമെൻറ്റിലെ മുതിർന്ന നേതാവ് വിക്ടർ വൊഡോലാറ്റ്സ്കി അദ്ദേഹം പറയുകയാണ്, ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ അമേരിക്കയുടെ ആണവ അന്തർവാഹിനികളൊക്കെ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഞങ്ങൾ ലോകത്ത് പല സമുദ്രങ്ങളിലും റഷ്യയുടെ അന്തർവാഹിനികൾ ഒളിച്ചു കിടപ്പുണ്ട്. അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ സ്റ്റെൽത്ത് അന്തർവാഹിനികളാണ്. അത് ഈ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരെണ്ണം ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെൽത്ത് അന്തർവാഹിനി നമ്മളേതാണ്ട് അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. സ്റ്റെൽത്ത് അന്തർവാഹിനി കടലിൻ്റെ അടിയിൽ ഒളിച്ചു കിടന്നാൽ ആരും അറിയില്ല. റഷ്യയ്ക്ക് അങ്ങേയറ്റം സൗഹൃദമുള്ള രാഷ്ട്രങ്ങളുടെ തീരത്ത് മാത്രം അത് അടുക്കുകയും വേണ്ട ഇന്ധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൽ നിറയ്ക്കുകയൊക്കെ ചെയ്ത് അവർ അവിടുന്ന് സ്ഥലം വിടും. അതങ്ങനെ കടലിൽ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ കിടപ്പുണ്ട്. ഞങ്ങളും ഒട്ടും മോശക്കാരൊന്നുമല്ല, വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട, ട്രംപ് അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങളുടെ അന്തർവാഹിനിക്ക് പണിയില്ലെങ്കിൽ പണി കൊടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, ആ പണിയുമായിട്ട് ഇങ്ങോട്ട് വരരുത് എന്നാണ് ഈ റഷ്യയുടെ ഉത്തരം അതിനുള്ള. അപ്പോൾ ഇത്തരത്തിൽ ഈ ട്രംപ്, ഈ ഒന്നാമത്തെ കാര്യം ട്രംപിൻ്റെ പൊങ്ങച്ചം അറിയാമല്ലോ. പൊങ്ങച്ചം കൊണ്ട് തന്നെ ട്രംപ് ഇത്തരം വിടുവായത്തങ്ങൾ പറയും. ഈ ഒരുപക്ഷെ ഈ അന്തർവാഹിനി റഷ്യയുടെ അടുത്തെങ്ങും പോയിട്ടുണ്ടാവില്ല, അതവിടെ തന്നെ കാണും, അമേരിക്കയുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ തന്നെ കാണും. പക്ഷെ വീരവാദം അടിക്കാൻ വേണ്ടിയിട്ട് പറയാം, ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പൊക്കോ, ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെയും പറയുന്ന ഒരാളാണ് ട്രംപ്. നമുക്ക് ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 29 തവണയാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെക്കാൻ ഞാനാണ് കാരണക്കാരൻ, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് മോഡി അടങ്ങിയത് എന്നൊക്കെയാണ് അയാൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാണമുണ്ടോ ട്രംപേ? മോദി പാർലമെൻറ്റിൽ പരസ്യമായിട്ടാണ് പറഞ്ഞത്, ഒരു ലോകരാഷ്ട്രങ്ങളും ഒരു ലോക നേതാവും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പാകിസ്ഥാൻ്റെ DGMO ഡയറക്റ്റായിട്ട് വന്ന് വിളിച്ച് കാല് പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം നിർത്തിയത്, ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മോദി. അപ്പോൾ ട്രംപ് വിടുവായത്തനം പറഞ്ഞതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ വിടുവായത്തനം മതി ഒരു യുദ്ധത്തിലേക്ക് നയിക്കാൻ. റഷ്യ വളരെ സീരിയസ് ആയിട്ടാണ്, പുടിൻ ഒന്നാതെ ഒരു പഴയ പട്ടാളക്കാരൻ കൂടിയാണ്. പുടിൻ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട്, അയാൾ ക്യാപ്റ്റനായിരുന്ന ആളാണ്, വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണും. പുടിൻ്റെ അടുത്ത് ഈ വേലയൊന്നും കൊണ്ട് ചെന്നാൽ നടക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അമേരിക്കയുടെ കാര്യം നോക്കിയിരുന്നാൽ റഷ്യയുടെ കാര്യം നോക്കും. ലോകം ഒരു യുദ്ധഭീതിയിലേക്ക് പോകാതെ സമാധാനമായിട്ട് പോകും. മറിച്ച് ഈ 2 രാഷ്ട്രങ്ങളും അങ്ങനൊരു നീക്കം നടത്തിയാൽ വലിയ ആപത്തിലേക്ക് ചെല്ലും. കാരണം രണ്ടും ആണവ രാജ്യങ്ങളാണ്, 2 രാജ്യങ്ങൾക്കും സാങ്കേതിക വിദ്യയിൽ വലിയ മികവുമുണ്ട്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്, അപകടമാണ്. ട്രംപും പുടിനും 2 പേരും അവരവരുടെ കാര്യങ്ങൾ നോക്കി മര്യാദയ്ക്ക് മുന്നോട്ട് പോയാൽ അത് ലോകത്തിന് നല്ലത്.